ഒരു തവണ IVF ചെയ്ത് പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ വളരെ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമുക്ക് പലതരത്തിലുള്ള അഡ്വൈസുകൾ ലഭിക്കും. അടുത്ത IVF സൈക്കിളിന് പോകണം, ഒരു ലോങ് ബ്രേക്ക് എടുത്തിട്ട് ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സിന് പോകൂ എന്നിങ്ങനെയെല്ലാം. എന്നാൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ 3 IVF സൈക്കിളിലും നമ്മുടെ സക്സസ് റേറ്റ് ഒരുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ പ്രായം, അണ്ഡങ്ങളുടെ ക്വാളിറ്റി, എണ്ണം, ബീജത്തിൻ്റെ അപാകതകൾ, നമ്മൾ എന്തുകൊണ്ട് IVF ചെയ്യുന്നു തുടങ്ങിയ കണ്ടീഷൻസ് വെച്ച് ഡോക്ടർ നമുക്കൊരു സക്സസ് റേറ്റ് ഫസ്റ്റ് സൈക്കിളിന് പറഞ്ഞത് തന്നെ രണ്ടാമത് ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ IVF ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് സൈക്കിളിന് നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ, ഇമോഷണലി നിങ്ങൾ ഒരു സെക്കൻഡ് സൈക്കിളിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത IVF ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട സെൻറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ നമ്പർ, നമ്മുടെ ഫോളിക്കിൾ എത്ര എണ്ണം വളരുന്നുണ്ട്, എത്ര എഗ്ഗ് കിട്ടുന്നു, എഗ്ഗിൻ്റെ ക്വാളിറ്റി, എംബ്രിയോയുടെ എണ്ണം, അവയുടെ ഗ്രേഡിംഗ്, ഇതെല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്ലിനിക്കിൽ തന്നെ നിങ്ങളുടെ സെക്കൻഡ് IVF സൈക്കിളിന് ട്രീറ്റ്മെൻറ്റ് പോകാൻ ശ്രദ്ധിക്കുക.